ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഇമെയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഐ ഡി എങ്ങനെ നമുക്ക് മാറ്റാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നുവെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ എടുത്തതിന് ശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്ന അക്കൗണ്ട് സെൻറ്റർ എന്ന് കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു എൻ്റർപ്രൈസ് ആണ് കാണാൻ സാധിക്കും. ഇവിടെ 4-മതായി കാണുന്ന പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു എൻ്റർപ്രൈസ് ആണ് കാണാൻ സാധിക്കും. ഇവിടെ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു എൻ്റർപ്രൈസ് ആണ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് 2-മതായിട്ട് തന്നെ കാണാൻ സാധിക്കും ഇമെയിൽ അഡ്രസ്സ് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്ത ഇമെയിൽ ഏതാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ ജിമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ ഇമെയിൽ ഐ ഡി എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ നീക്കിയതിനു ശേഷം നിങ്ങളുടെ പുതിയ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എന്തെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾ ജിമെയിൽ ഐ ഡി ആണ് കൊടുക്കുന്നത് വെച്ചാൽ ജിമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് നെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുത്ത ജിമെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP എന്ത് ചെയ്യുക, നിങ്ങളിവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് നെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഇമെയിൽ ഐ ഡി ചേഞ്ച് ആവുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.